Hello students, welcome to lesson 3.17 in professional business skills. In this class we will discuss methods of data collection and as well as types of data. Data collection എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫേസസ് ഓഫ് ഡാറ്റ അനാലിസിസിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ഡാറ്റ കളക്ഷൻ ആണ് ഡാറ്റ അനാലിസിസിലെ ആദ്യ സ്റ്റെപ്പ് എന്ന് മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ ഡാറ്റ കളക്ഷൻ എന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡാറ്റ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്ത് ഡാറ്റയാണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് ആ ഡാറ്റ നമുക്ക് ലഭിക്കും. അതാണ് ഐഡന്റിഫൈയിങ് സോഴ്സസ് ഓഫ് ഡാറ്റ. ഫ്രം വേർ ഡു വി ഗെറ്റ് ദ ഡാറ്റ, എവിടെ നിന്ന് ആ ഡാറ്റ കിട്ടും. രണ്ട്, ആ ഡാറ്റ എങ്ങനെ നമ്മൾക്ക് ലഭിക്കും. അതിനാണ് ദ ലെവൽ ഓഫ് എഫേർട്ട് ഇൻ കളക്ടിങ് ദ ഡാറ്റ. അപ്പോൾ വിച്ച് ആർ ദ സോഴ്സസ് ഓഫ് ഡാറ്റ, പോയിന്റ് 1, ആൻഡ് പോയിന്റ് 2, വാട്ട് ഈസ് ദ ലെവൽ ഓഫ് എഫേർട്ട് ദാറ്റ് വിൽ ബി ഇൻവോൾവ് ഇൻ കളക്ടിങ് ദ ഡാറ്റ, അല്ലെങ്കിൽ ഹൗ ടു കളക്ട് ദ ഡാറ്റ. സോ വേർ ടു ഗെറ്റ് ദ ഡാറ്റ, ഹൗ ടു കളക്ട് ദ ഡാറ്റ. ഈ രണ്ട് ചോദ്യത്തിനുമുള്ള ഉത്തരം വരുന്നത് ഡാറ്റ ടൈപ്സിൽ നിന്നാണ്. ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് നിങ്ങളുടേത് എന്ന് നിങ്ങൾക്ക് തീരുമാനമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സോഴ്സസ് ഐഡന്റിഫൈ ചെയ്യാം. അതെങ്ങനെ ആ ഡാറ്റ കളക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കാം. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ ആണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ ആണെന്നുള്ളതിന് ഉത്തരമാണ് രണ്ട് ടൈപ്സ് ഓഫ് ഡാറ്റ ഉണ്ട്. ഒന്ന് പ്രൈമറി ഡാറ്റ, ഒന്ന് സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈമറി ഡാറ്റ സർവേ നടത്തുന്ന ആള് ആദ്യമായി കളക്ട് ചെയ്യുന്ന ഡാറ്റയ്ക്കാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഈ ഡാറ്റ എന്ന് പറയുന്നത് പ്യുവർ ആണ്, ഒറിജിനൽ ആണ്, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് ഈ ഡാറ്റ. അപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് ഒരു വാർഡിൽ ഉള്ള ആളുകളിൽ സ്ത്രീകൾ എത്ര, പുരുഷന്മാർ എത്ര എന്നുള്ള ഒരു ഡാറ്റ നിങ്ങൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രൈമറി ഡാറ്റയാണ്. നിങ്ങൾ പോയി കളക്ട് ചെയ്യുകയാണ്, വീട് വീടാന്തരം കയറി കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റ ആയതുകൊണ്ട് അത് പ്യുവർ ഡാറ്റയാണ്. ഈ ഡാറ്റ നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് നിന്ന് കിട്ടും, മുനിസിപ്പാലിറ്റി അന്വേഷിച്ചപ്പോൾ കിട്ടിയതിരിക്കും. പക്ഷെ നിങ്ങൾ നേരിട്ട് പോയി കളക്ട് ചെയ്തെടുക്കുന്ന ഡാറ്റ, ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് നിങ്ങൾ കളക്ട് ചെയ്തെടുക്കുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. ഇതിന്മേൽ വേറെ യാതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രീറ്റ്മെന്റും നടന്നിട്ടില്ല. വേറെ ഒരു തരത്തിലും ഈ ഡാറ്റ മോഡിഫൈ ചെയ്യുകയോ ട്രീറ്റ് ചെയ്യുകയോ ഇത് അങ്ങനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് സെൻസസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻസസ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സർവേ. നിങ്ങൾ ഡെക്കാത്തലം സ്റ്റോറിൽ ചെല്ലുന്നു, പർച്ചേസ് കഴിഞ്ഞ് ബില്ല് ചെയ്യാൻ നേരത്തെ ഓൺ എ സ്കെയിൽ ഓഫ് 1 to 5 നിങ്ങൾ എത്ര കൊടുക്കുന്നു, നിങ്ങൾ 5 കൊടുക്കുന്നു അല്ലെങ്കിൽ 4 കൊടുക്കുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം എത്ര 5 സ്കോർ കിട്ടി എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഒരു വളരെ സിമ്പിൾ ആയി പ്രൈമറി ഡാറ്റ. നേരിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതികൾ എന്തെല്ലാമാണെന്നാണ് നമ്മുടെ അടുത്ത. ഇപ്പൊ നമ്മൾ ഡാറ്റ ടൈപ്പ് മനസ്സിലാക്കി, പ്രൈമറി ഡാറ്റയാണ് നമ്മുടെ ടൈപ്പ്. ഈ ഡാറ്റ നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യും, ഹൗ ഡു വി കളക്ട് ദ ഡാറ്റ. ഇതാണ് അടുത്ത നമ്മളെ ബാധിക്കുന്ന അടുത്ത പ്രശ്നം, ഹൗ ടു കളക്ട് ദിസ് ഡാറ്റ എന്നുള്ളതാണ്. അപ്പൊ ഈ ഡാറ്റയിൽ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതിനുള്ള മെത്തേഡ്സിൽ ആദ്യത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. സർവേയർ നേരിട്ട് പോയി ഡാറ്റ കളക്ട് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഡാറ്റ എപ്പോഴും വളരെ റിലയബിൾ ആയിരിക്കും. കാരണം സ്റ്റഡി നടത്തുന്ന ആൾ നേരിട്ടാണ് പോയി സർവേ നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാർഡിലെ ഓരോ വീട്ടിലും ഞാൻ തന്നെ പോയി ഡാറ്റ കളക്ട് ചെയ്താൽ അതിൽ അപ്പുറം റിലയബിലിറ്റി ഉള്ള ഒരു ഡാറ്റ ഉണ്ടാവും. ഞാൻ വേറൊരാളെ ഏൽപ്പിച്ചിട്ടില്ല, ഞാൻ നേരിട്ട് പോയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ചോദ്യം, ഇങ്ങനെ കളക്ട് ചെയ്യാൻ എല്ലാ കേസിലും സാധിക്കുമോ? ഇത് പ്രാക്ടിക്കലാണോ, പ്രായോഗികമായ സൊല്യൂഷൻ ആണോ? ഒരിക്കലും അല്ല. ചെറിയ പ്രോജക്റ്റുകളിൽ ഒരു വാർഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോയി കളക്ട് ചെയ്യാം. ഒരു ജില്ലയിൽ പോയി നിങ്ങൾക്ക് ഇങ്ങനെ കളക്ട് ചെയ്യാൻ സാധിക്കും? ബുദ്ധിമുട്ടാണ്. ഏറ്റവും ചെറിയ ജില്ല എടുത്താൽ പോലും ഇങ്ങനെ നടന്ന് വീട് വീടാന്തരം കയറി നടന്ന് ആണെത്ര പെണ്ണെത്രാന്ന് ചോദിച്ച് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഡാറ്റ ആവശ്യമുള്ള സമയം തീരും. അപ്പൊ പ്രായോഗികമല്ല, ഹൈലി റിലയബിൾ ആണ്. ചെറിയ പ്രോജക്ട്സിന് മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളൂ. അടുത്തത് കളക്ഷൻ ത്രൂ ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. ഇനിയിപ്പോ ഞാൻ നേരിട്ട് പോകണ്ട, ഞാൻ 10 പേരെ തെരഞ്ഞെടുത്ത് ട്രെയിൻ ചെയ്യിച്ച് അവരെ വിട്ട് ഈ ഡാറ്റ കളക്ട് ചെയ്തെടുക്കുന്നു. ഇതിനാണ് കളക്ഷൻ ത്രൂ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ക്വസ്റ്റ്യനയർ. എനിക്ക് പറഞ്ഞു വിടാൻ ആളുമില്ല, എനിക്ക് നേരിട്ട് പോകാൻ സമയമില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനൊരു ക്വസ്റ്റ്യനയർ പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് ഈ ക്വസ്റ്റ്യനയർ അയച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഫോണിലൂടെ പറയുന്നു ഞാൻ ഡാറ്റ കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യനയർ മെയിൽ ചെയ്ത് കൊടുക്കുന്നു, ഇമെയിൽ ചെയ്ത് കൊടുക്കുന്നു, എല്ലാവരും അത് ആൻസർ ചെയ്യുന്നു. അപ്പൊ ഈ രീതിയിലും നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. ഇതും പ്രൈവറ്റ് ഡാറ്റ കളക്ട് ചെയ്യുന്നതിന്റെ മറ്റൊരു മെത്തേഡാണ്. അടുത്തതാണ് ടെലിഫോണിക് ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ മെയിൽ അയക്കുന്നതിന് പകരമോ പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിന് പകരമോ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഫോണിലൂടെ വിളിച്ച് ചോദിക്കുന്നു. ഓരോ ക്വസ്റ്റ്യൻ വിളിച്ച് ചോദിക്കുന്നു. ഇന്ന ആളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നിങ്ങൾ ഇന്ന ആളല്ലേ എന്ന് ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം അനുവാദം ചോദിക്കുന്നു. ഈ 10 ക്വസ്റ്റ്യൻസിന് ആൻസർ എന്റെ കയ്യിലിരിക്കുന്ന ഫോമിൽ ഞാൻ ടിക്ക് ചെയ്തു. ഇതാണ് ടെലിഫോണിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെക്കൻഡറി ഡാറ്റയിലേക്ക് പോകും. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ മറ്റാരെങ്കിലും ഓൾറെഡി കളക്ട് ചെയ്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഡാറ്റ, പബ്ലിക്കലി അവൈലബിൾ ആക്കിയിരിക്കുന്ന ഡാറ്റയ്ക്ക് നമ്മൾ സെക്കൻഡറി
ഡേറ്റ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുനിസിപ്പാലിറ്റി ഓൾറെഡി 5 വർഷം മുന്നേ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ടൊരു സർവേ നടത്തിയപ്പോൾ ഓരോ വാർഡിലും പോയി അവർ ഫീൽഡിൽ ഓഫീസർമാരെ അയച്ച് ഓരോരുത്തരും പോയി അന്വേഷിച്ച് ഓരോ വാർഡിലാണ് എത്ര കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു പുസ്തകമായിട്ട് കയ്യിൽ മുനിസിപ്പാലിറ്റിയുടെ ലൈബ്രറിയിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഇതിനാണ് നമ്മൾ പറയുന്നത് സെക്കൻഡറി ഡേറ്റ. ഡേറ്റ വിച്ച് ഈസ് കളക്ടഡ് ഫ്രം സോഴ്സസ് ഓൺഡ് ബൈ അതേഴ്സ്. ഇത് മുനിസിപ്പാലിറ്റിയുടെ പ്രോപ്പർട്ടിയാണ്, ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ മുനിസിപ്പാലിറ്റി അനുവാദം ചോദിക്കുമ്പോൾ അവർ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ഡേറ്റ എടുക്കാൻ, പബ്ലിക് ഡോക്യുമെന്റ് ആണ്, നിങ്ങൾക്ക് അത് എടുക്കാൻ അനുവാദം തരുന്നത്. ഈ ഡേറ്റ നമ്മൾ പ്യുവർ ഡേറ്റ ആയിട്ട് നമ്മൾ ഒരു പക്ഷേ കണക്കാക്കാൻ സാധിക്കില്ല. കാരണം മറ്റൊരാൾ ഓൾറെഡി എടുത്തിരിക്കുന്ന ഡേറ്റയാണ്. ഇതിനെ ചിലപ്പോൾ അവർ അത് വെച്ച് പല രീതിയിലുള്ള കണക്കുകൂട്ടലുകൾ, കൂട്ടിക്കിഴിക്കലുകളൊക്കെ നടത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ അവര് ആണിന്റെയും പെണ്ണിന്റെയും കണക്കിൽ തന്നെ 18 വയസ്സിന് മുകളിലുള്ളവരെത്ര, 18 വയസ്സിന് താഴെയുള്ളവരെത്ര, ഇങ്ങനെ ഇവർ ഇതിന്മേൽ ചില മോഡിഫിക്കേഷൻസ്, ചില ഫർദർ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി കാണും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. മറ്റൊരാൾ ഓൾറെഡി നടത്തി കളക്ട് ചെയ്ത് എടുത്തു വെച്ച് പബ്ലിഷ് ചെയ്ത ഡേറ്റ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ അതിന് സെക്കൻഡറി ഡേറ്റ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ യൂട്യൂബ് അനലറ്റിക്സ്, നിങ്ങൾ ഈ കാണുന്ന വീഡിയോ തന്നെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം എത്ര പേര് കണ്ടു, എന്ന് കണ്ടു, കണ്ടവരിൽ സ്ത്രീകൾ എത്ര, പുരുഷന്മാർ എത്ര, ആവറേജ് വ്യൂവർഷിപ്പ് ടൈം എത്രയാണ്. ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും വിളിച്ച് ചോദിച്ച് ഈ ഡേറ്റ എടുക്കുന്നത് പ്രൈമറി ഡേറ്റയാവും. നേരെ മറിച്ച് ഞാൻ യൂട്യൂബിൽ നിന്ന് ഈ ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ അത് സെക്കൻഡറി ഡേറ്റയായി മാറും. യൂട്യൂബ് ഈ ഡേറ്റ വെച്ചിട്ട് വേറെ 1000 കാര്യങ്ങൾ നടത്തുന്നുണ്ട്. എന്റെ ആവറേജ് വ്യൂവർഷിപ്പ് ടൈം എത്ര, ഞാൻ എത്ര റവന്യൂ യൂട്യൂബിന് കൊണ്ടുവരുന്നുണ്ടായിരിക്കും, എത്ര പേര് ഞാൻ കാരണം യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബ് ഈ ഡേറ്റ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനാണ് നമ്മൾ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണ്? കുറച്ച് നമ്മൾ ഇതിന് മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ, സെമി ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ്. ഔദ്യോഗികമായി ഗവൺമെന്റ്, അതുപോലെ ഗവൺമെന്റിന് വളരെ പ്രാധാന്യമുള്ള രീതിയിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ ഒക്കെ നമുക്ക് വരുന്ന ഡേറ്റ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ആകാം, ഗവൺമെന്റിന്റെ മിനിസ്ട്രീസ് ആകാം, ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ, ഉദാഹരണത്തിന് റിസർവ് ബാങ്ക് ആകാം. ഇങ്ങനെ പലതരത്തിലുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് ഔദ്യോഗികമായും പാതി ഔദ്യോഗികമായും ഉള്ള സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവിധ റിപ്പോർട്ടുകൾ, ബോർഡുകളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ, KSEB എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, ഇപ്പോൾ അതൊരു കമ്പനിയാണ്. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ട്രാൻസ്മിഷൻ ലോസ് സംബന്ധിച്ച റിപ്പോർട്ട്, എത്ര സ്ഥലങ്ങളിൽ വൈദ്യുതീകരണം നടന്നിട്ടുണ്ട്, പൂർണ്ണമായി വൈദ്യുതീകരിച്ച ജില്ലകൾ എത്രയൊക്കെ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഡേറ്റ. അപ്പൊ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് റിലീസ് ചെയ്ത് കിട്ടുന്ന ഡേറ്റ നമുക്ക് ഒഫീഷ്യൽ, സെമി ഒഫീഷ്യൽ പബ്ലിക്കേഷൻസിൽ നിന്നുള്ള ഡേറ്റ ആയിട്ട് നമുക്ക് കൂട്ടാം. ഇപ്പൊ ഇത് കമ്പനികളുടേതാകാം, പിന്നെ ബാങ്കുകളിൽ നിന്നാകാം, മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന്, മറ്റ് ബോർഡുകൾ. ഇപ്പൊ സെബി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അതോറിറ്റിയുള്ള ഒരു ബോർഡാണ്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഡേറ്റ നമ്മൾക്ക് ഒഫീഷ്യൽ, സെമി ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നു. ഇവിടെ നമുക്ക് സെക്കൻഡറി ഡേറ്റ കിട്ടുന്നു. രണ്ടാമത്തേത് ഡേറ്റ റിപ്പോർട്ട്സ് ഫ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ട്രേഡ് അസോസിയേഷൻ. നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പല രീതിയിലുള്ള ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ഉണ്ട്, ട്രേഡ് അസോസിയേഷനുകളുണ്ട്. മൂന്നാമത്തേത് പത്രമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ വെബ്സൈറ്റുകളിൽ വരുന്ന ഡേറ്റ. പല രീതിയിലുള്ള വെബ്സൈറ്റുകളിൽ നിന്നും, പത്രങ്ങളിൽ നിന്നും, മാസികകളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്തരം ഇൻഫർമേഷനും നമ്മളെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡറി ഡേറ്റ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇത്രയുമാണ് നമ്മൾ ഡേറ്റ കളക്ഷൻ, മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ, ടൈപ്സ് ഓഫ് ഡേറ്റ എന്ന് പറയുന്ന ലെസണിൽ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഡേറ്റ കളക്ഷനിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റായ ഡേറ്റയുടെ ക്വാളിറ്റി, ഡേറ്റ ക്വാളിറ്റി എന്നതിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ടറി ലെസണും അതിന്റെ പ്രാധാന്യം എന്താണ്, ഡേറ്റ ക്വാളിറ്റി, കൃത്യമായ ഡേറ്റ ക്വാളിറ്റി ഉണ്ടായിരിക്കുന്നതുകൊണ്ടുള്ള മെച്ചങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ക്ലാസ് പ്രധാനമായിട്ടും ഡേറ്റ ക്വാളിറ്റിയെ സംബന്ധിച്ചായിരിക്കും. Until we meet up to discuss that, thank you and goodbye.